എല്ലാവരും അകത്തായപ്പോൾ പുറത്തറിയുന്നത് വൻ വാർത്തയാണ്. കാസർഗോഡ് നിരോധിത നോട്ട് വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മലയാളികളെ വീണ്ടും ചോദ്യം ചെയ്ത് പോലീസ്. ഷെരീഫും സംഘവും 2000-ന്റെ വ്യാജ നോട്ട് എവിടെ അച്ചടിച്ചെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പ്രതികളുടെ ആന്ധ്ര ഹൈദരാബാദ് ബന്ധുക്കളും അന്വേഷണ സംഘത്തിന് നിരീക്ഷണത്തിലാണ്. ഇത്തരത്തിൽ നോട്ട് വെളുപ്പിക്കൽ സംഘവുമായി ഉണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ആന്ധ്ര സംഘം നിരോധിച്ച 2000 രൂപ നോട്ട് വെളുപ്പിക്കുന്ന സംഘവും ഇവർക്ക് 2000 രൂപയുടെ നോട്ടായി കാസർഗോഡ് സംഘം കൊടുത്തതാകട്ടെ ഒറിജിനൽ കള്ളനോട്ട്. കാസർഗോഡ് നഗരത്തിൽ നിന്ന് നോട്ട് വെളുപ്പിക്കൽ സംഘത്തിലെ ഇടനിലക്കാരൻ ഹനീഫയെ ആന്ധ്രയിൽ നിന്നുള്ള സംഘം തട്ടിക്കൊണ്ടുപോയതോടെയാണ് കേസിലെ ചുരുളഴിയുന്നത്. ആന്ധ്ര സംഘത്തലവൻ സിദ്ധാന ഓംകാർ നൽകിയ മൊഴിയനുസരിച്ച് 2000-ന്റെ നിരോധിത നോട്ടുകൾ കൈവശമുണ്ടെന്നറിയിച്ച് ഷെരീഫും സംഘവും കാസർഗോഡേക്ക് വിളിച്ചു വരുത്തുകയും വ്യാജ നോട്ട് കാണിക്കുകയും ചെയ്തു. വഞ്ചിച്ച് പണം തട്ടിയതിലുള്ള പ്രതികാരമായിരുന്നു ആന്ധ്ര സംഘം ഹനീഫയെ തട്ടിക്കൊണ്ടുപോകാൻ കാരണം. ഷെരീഫും സംഘവും ആന്ധ്ര സംഘത്തിന് മുന്നിൽ കാണിച്ച് വ്യാജ നോട്ടുകൾ എവിടെ നിർമ്മിച്ചു എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. മുൻപ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധിത 2000 രൂപയുടെ നോട്ടുകൾ പിടികൂടിയ കേസുമായി ഈ സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മലയാളികളായ പ്രതികളുടെ ആന്ധ്ര ഹൈദരാബാദ് ബന്ധങ്ങളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മുൻപും സമാന രീതിയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പ്രതികളുടെ ബാങ്ക് ഇടപാട് വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.